അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ കഴിഞ്ഞ വർഷത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായത് ഓരോന്നിൻ്റെയും നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ റബ്ബ് ഡേഷ്. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് നോക്കാം. അതിലെന്തൊക്കെയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി, നുബുവ്വത്ത് കിട്ടി, അള്ളാഹു ആകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. അപ്പോൾ ഏതാണ് നമ്മുടെ റബ്ബ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് നേരെ എഴുതാനുള്ളത്? അള്ളാഹു ആകുന്നു എന്നാണ്. അപ്പോൾ അവിടെ അള്ളാഹു ആകുന്നു എന്നുള്ളത് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തത് ആമിന ബീവി. അപ്പോൾ ആമിന ബീവി എന്നുള്ളതിൻ്റെ നേരെ ഏതാണ് എഴുതാനുള്ളത്? നബിയുടെ ഉമ്മ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ എന്നുള്ളതാണ് രണ്ടാമത്തതിൻ്റെ നേരെ എഴുതാനുള്ളത്. മൂന്നാമത്തത് അബ്ദുല്ലാഹ്. ഈ അബ്ദുല്ലാഹ് എന്നുള്ളതിന് നേരെ നബിയുടെ ഉപ്പ എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. ഇനി നാലാമത്തത് മക്കയിൽ. അപ്പോൾ മക്കയിൽ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ് ബോക്സിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നബി ജനിച്ചു എന്ന് എന്താക്കുക? മക്കയിൽ എന്നുള്ളതിന് നേരെ എടുത്ത് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തത് മദീനയിൽ. അതിനോട് യോജിച്ചത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വഫാത്തായി എന്നുള്ളത് 5ന് നേരെ എടുത്തെഴുതി കൊടുക്കുക. ആറാമത്തത് 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് നുബുവ്വത്ത് കിട്ടി. അപ്പോൾ ആറാമത്തതിനോട് യോജിച്ചത് ഏതാണ്? നുബുവ്വത്ത് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ ബോക്സിൽ നിന്നും അതെടുത്ത് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ 4 ചോദ്യവും പൂർത്തിയാക്കിയിട്ട് ഉത്തരം എഴുതുക. അവിടെ ഒന്നാമത്തെ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ഹിജ്റ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഹിജ്റ പോയി എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. അപ്പോൾ അവിടെ വഫാത്തായി എന്നുള്ളത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അപ്പോൾ അവിടെ മലക്കുകൾ എന്നുള്ളതാണ് ശരി ഉത്തരം. അതവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത് അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. അപ്പോൾ അവിടെ ആരാധിക്കാവൂ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ശരിയായ ഉത്തരത്തിന് നേരെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശരി അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം മണ്ണിനാൽ പടയ്ക്കപ്പെട്ടവർ ജിന്ന്, മനുഷ്യർ, മലക്കുകൾ. അപ്പോൾ ഏതാണ് മണ്ണിനാൽ പടയ്ക്കപ്പെട്ടവർ? മനുഷ്യർ എന്നുള്ളതാണ് ശരി. അതിന് നേരെയാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ ചോദ്യം മലക്കുകളിൽ പെട്ടവരാണ് ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഏതാണ് മലക്കുകളിൽ പെട്ടത്? ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നുള്ളതാണ്. അതിന് നേരെയാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. മൂന്നാമത്തത് നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു മലക്കുകൾ, അള്ളാഹു, സർക്കാർ. ആരാണ്? അള്ളാഹു ആണ് അല്ലേ? അപ്പോൾ അള്ളാഹു എന്നുള്ളതിനാണ് നേരെയാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. നാലാമത്തത് ഉറക്കമോ ക്ഷീണമോ ഉണ്ടാവുകയില്ല നബിമാർക്ക്,
മനുഷ്യർക്ക്, മലക്കുകൾക്ക്. ആർക്കാണ് ഉറക്കമോ മറവിയോ ക്ഷീണമോ അതൊന്നും ഇല്ലാത്തത്? മലക്കുകൾക്കാണ്. അപ്പോൾ അവിടെ മലക്കുകൾക്ക് എന്നുള്ളതിന് നേരെയാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അഞ്ചാമത്തത് അള്ളാഹു നമുക്ക് കാണാൻ തന്നു. അള്ളാഹു നമുക്ക് കാണാൻ തന്നു. എന്താണ്? മൂക്ക്, കണ്ണ്, കൈ. എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ് അല്ലേ? നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ്. അപ്പോൾ കണ്ണ് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തെ പ്രവർത്തനമാണ് വേർതിരിക്കാം. അപ്പോൾ താഴെ നാം കാണുന്നവയും നാം കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നാം കാണുന്ന കാര്യങ്ങളും നാം കാണാത്ത കാര്യങ്ങളൊക്കെ എന്താക്കണം? വേർതിരിച്ചെഴുതണം. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രാക്കറ്റിലുള്ളത് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. മദ്രസ, മലക്ക്, പേന, പിശാജ്, ജിന്ന്, മനുഷ്യൻ. അപ്പം നാം കാണുന്നവ ഏതൊക്കെയാണ്? മദ്രസയെ നാം കാണും, അതുപോലെ പേന നമ്മൾ കാണും, അതുപോലെ മനുഷ്യന്മാരെ നമ്മൾ കാണും. അപ്പോൾ അത് മൂന്നും നാം കാണുന്നവ എന്നുള്ള ഭാഗത്ത് എഴുതി കൊടുക്കുക. നാം കാണാത്തവ എന്നുള്ള ഭാഗത്ത് മലക്ക്, പിശാജ്, ജിന്ന് എന്നിവ എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേര് എഴുതാം. അപ്പോൾ അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? ഭൂമി, വെള്ളം, വായു. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എന്താണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ്? മലക്കുകൾ. അപ്പോൾ അവിടെ മലക്കുകൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്. അവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ആരാധനക്ക് ഡേഷ് മറ്റാരുമില്ല. അപ്പോൾ അത് പൂരിപ്പിച്ചെഴുതും എങ്ങനെ വരും? ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് വരും. രണ്ടാമത്തത്, അള്ളാഹു നമുക്ക് നടക്കാൻ ഡേഷ് തന്നു. നടക്കുന്നത് ഏത് അവയവം കൊണ്ടാണ്? കാല് കൊണ്ട് അല്ലേ? അപ്പോൾ അവിടെ കാല് എന്ന് എഴുതി കൊടുക്കുക. അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. ഇനി അടുത്തത് അവസാനത്തെ ചോദ്യമാണ്, എല്ലാം ഡേഷ് അള്ളാഹു എന്നും ഡേഷ് അള്ളാഹു. അപ്പം എന്താണ് അവിടെ കൊടുക്കേണ്ടത്? എല്ലാം കാണും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. അപ്പോൾ അവിടെ ഏതെല്ലാം എഴുതാം? എല്ലാം കാണും എന്നെഴുതിയാലും ശരിയാണ്, എല്ലാം കേൾക്കുമെന്നും എഴുതിയാലും ശരിയാണ്, എല്ലാം അറിയും എന്ന് എഴുതിയാലും ശരിയാണ്, എല്ലാം തന്നവൻ എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.